നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളിൽ രേഖപ്പെടുത്തിയ വോട്ടുകളിൽ ആദ്യം എണ്ണുക വഴിക്കടവ് പഞ്ചായത്തിലേത്. പോസ്റ്റൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞ ശേഷം വഴിക്കടവിലെ ഒന്നാം ബൂത്തായ തണ്ണിക്കടവിലെ വോട്ടെണ്ണി തുടങ്ങും. ശേഷം മൂത്തേടം, എടക്കര, പോത്തുകല്ല്, ചുങ്കത്തറ പഞ്ചായത്തുകൾ, നിലമ്പൂർ നഗരസഭ, കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ എന്നീ ക്രമത്തിൽ വോട്ടെണ്ണൽ പുരോഗമിക്കും. വോട്ടെണ്ണൽ തുടങ്ങുന്ന വഴിക്കടവും തുടർന്നുള്ള മൂത്തേടം, എടക്കര പഞ്ചായത്തുകളും UDFന് ലീഡ് നൽകുന്ന പഞ്ചായത്തുകളാണ്. അതിനാൽ ആദ്യഘട്ടത്തിൽ UDFന് ലീഡ് നൽകുന്ന ഫലമാകും പുറത്തുവരിക. പോത്തുകല്ല് പഞ്ചായത്തിൽ LDF ലീഡ് നേടുമെന്നാണ് കണക്കുകൂട്ടൽ. ചുങ്കത്തറയിൽ എത്തുമ്പോൾ UDF വീണ്ടും ലീഡ് ഉയർത്തും. നഗരസഭയിലേത് എണ്ണിക്കഴിയുമ്പോഴും UDF ലീഡ് നിലനിർത്തുമെന്നാണ് കണക്കുകളിലെ സൂചന. കരുളായി, അമരമ്പലം പഞ്ചായത്തുകൾ LDF പ്രതീക്ഷ പുലർത്തുന്ന പഞ്ചായത്തുകളാണ്. ഈ രണ്ട് പഞ്ചായത്തുകളിലെ വോട്ടുകളാണ് വിധി നിർണയിക്കുക. 12,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷം നേടിയുള്ള വിജയം നിലമ്പൂരിൽ ഉണ്ടാകുമെന്ന് UDF കണക്കുകൂട്ടുമ്പോൾ ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പാണെന്ന വിലയിരുത്തലിലാണ് ഇടതുമുന്നണി. നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് NDAയ്ക്കുള്ളത്. കരുത്തുകാട്ടുമെന്ന് PV അൻവർ പറയുമ്പോൾ ഇരു മുന്നണികൾക്കും നെഞ്ചിടിപ്പ് ഏറുന്നുണ്ട്. അതേസമയം വോട്ടെണ്ണലിനു വേണ്ട ഒരുക്കങ്ങൾ ചുങ്കത്തറ മാർത്തോമ ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി കഴിഞ്ഞു. 120-ലധികം ഉദ്യോഗസ്ഥരെയാണ് വോട്ടെണ്ണലിനായി നിയോഗിച്ചിരിക്കുന്നത്. ആകെ 10 സ്ഥാനാർത്ഥികളാണ് നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത്. കൈപ്പത്തി ചിഹ്നത്തിൽ ആര്യാടൻ ഷൗക്കത്ത്, ചുറ്റികയും അരിവാളും നക്ഷത്രവും ചിഹ്നത്തിൽ M സ്വരാജ്, താമര അടയാളത്തിൽ മോഹൻ ജോർജ് എന്നിവരാണ് പ്രധാന മുന്നണി സ്ഥാനാർത്ഥികൾ. കത്രിക അടയാളത്തിൽ PV അൻവർ മത്സരിക്കുമ്പോൾ SDPIക്ക് വേണ്ടി സാദിഖ് നടുത്തൊടിയും മത്സര രംഗത്തുണ്ട്. അതേസമയം ഉപതിരഞ്ഞെടുപ്പിൽ അൻവർ ഫാക്ടർ ഫലിക്കുമോ? PV അൻവറിന് അനുകൂലമായി പെട്ടിയിൽ വീണ വോട്ടുകൾ ആരുടേതാകുമെന്നാണ് മുന്നണി നേതൃത്വങ്ങളുടെ പ്രധാന ചർച്ച. ജയപരാജയങ്ങളും ഭൂരിപക്ഷവും തീരുമാനിക്കുന്നത് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ആശ്രയിച്ചായിരിക്കുമെന്ന കാര്യത്തിലും ആർക്കും സംശയമില്ല. അൻവറിന് മണ്ഡലത്തിലുള്ള സ്വാധീനം എഴുതിത്തള്ളാനുമാവില്ല. അൻവറിന്റെ ഭാഷയിൽ നടന്നു നേടിയ പിന്തുണയാണ് അദ്ദേഹത്തിന്റെ വോട്ടുകളുടെ സ്രോതസ്. മണ്ഡലത്തിലെ ഓരോ വീട്ടിലും തന്നെ പിന്തുണയ്ക്കുന്ന ഒരാളെങ്കിലും ഉണ്ടെന്നും അവരാണ് തന്റെ നിശബ്ദ പ്രചരകരെന്നും കഴിഞ്ഞ ദിവസം അൻവർ അവകാശപ്പെട്ടിരുന്നു. ഇതിനിടയിൽ നിലമ്പൂർ ഉപതിരഞ്ഞെടുപ്പ് ഫലം അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിലേക്കുള്ള സൂചികയെന്നാണ് PK കുഞ്ഞാലിക്കുട്ടി കഴിഞ്ഞ ദിവസം പറഞ്ഞത്. PV അൻവറിന്റെ കാര്യത്തിൽ ലീഗ് മുൻകൈ എടുത്തിട്ടില്ല. കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് പറഞ്ഞത് ലീഗാണെന്നും കുഞ്ഞാലിക്കുട്ടി ചൂണ്ടിക്കാട്ടിയിരുന്നു. അതേസമയം PV അൻവർ വിഷയം കൂടുതൽ ചർച്ച ചെയ്യേണ്ടതില്ലെന്ന് AP അനിൽകുമാർ പ്രതികരിച്ചു. അൻവർ അടഞ്ഞ അധ്യായമാണെന്നതാണ് UDFന്റെ തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു. 8,000 വോട്ട് ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കാനാകുമെന്ന കണക്കുകൂട്ടലിലാണ് UDF ക്യാമ്പ്. കുറഞ്ഞത് 2,000 വോട്ട് ഭൂരിപക്ഷത്തിലെങ്കിലും വിജയിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇടതു ക്യാമ്പ്. PV അൻവറിന്റെ സാന്നിധ്യമാണ് ഉപതിരഞ്ഞെടുപ്പിനെ കൂടുതൽ സജീവമാക്കിയത്. ഉയർന്ന പോളിംഗ് ശതമാനം ആർക്ക് ഗുണം ചെയ്യുമെന്ന കണക്കുകൂട്ടലിലാണ് ഇരു മുന്നണികളും.